തേർഡ് സെഷൻ ഓഫ് ദ ഡേ. സമയം 12 ഉച്ചയ്ക്ക്. ഇവിടെ നമുക്കൊരു എൻട്രി ചാൻസ് ഉള്ളത് ഇതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ലൈൻ ഇത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലുണ്ടായിരുന്നു. സപ്പോർട്ട് കുറേ നേരം കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ലിക്വിഡിറ്റി കളിച്ച് ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ളതാണ് ഈ ഭാഗത്ത്. ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് മേലോട്ട് പോയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിൽ നിന്നാണ് ഇപ്പോൾ താഴേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോങ് വിക്ക് ഈ റെഡ് ക്യാൻഡലിന് വന്നു കഴിഞ്ഞ് ഒരു സെല്ല് ചെയ്യാവുന്നതാണ്. നമ്മൾ 248 ആണ്, 1248 ആണ്. കുറച്ച് നേരത്തെ എൻട്രി ആയിരുന്നു, ഞാൻ വിട്ടുപോയത്. ഇങ്ങനെയാണ് നമ്മൾ ലോട്ട് സൈസ് എടുക്കുന്നത്. മാക്സിമം 10 ട്രേഡ്സിൻ്റെ പെയർ. പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ റിവഞ്ച് മൈൻഡ് ട്രിഗർ ആവാം. ഒരു പെയറിൽ പ്രോഫിറ്റ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് അത് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ റിവഞ്ച് ആക്റ്റീവ് ആകും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിൽ മൈൻഡ് ട്രിഗർ ആവാം. പിന്നെ രണ്ട് എൻട്രീസ് കണ്ടിന്യൂസ് ആയിട്ടൊരു പെയറിൽ ലോസ് വന്നു കഴിഞ്ഞാലും റിവഞ്ച് ആക്റ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ലോസിന് ശേഷം പെയർ ചേഞ്ച് ചെയ്യുക. സെല്ല് ചെയ്തു. ചെറിയൊരു സപ്പോർട്ടാണത് ആക്ച്വലി. ഒരു ഗ്രീൻ ക്യാൻഡലിനും ചാൻസ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ അവിടെ ഒരു കണ്ടോ ലോങ് വിക്ക് ഉണ്ട്, ഒരു റെഡ് ക്യാൻഡലുണ്ട്, 2 ലോങ് വിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാൻഡിൽ താഴേക്ക് വരുമെന്ന് ഇങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് എൻട്രി നടത്തിയേക്കുന്നത്. ആക്ച്വലി താഴെ ഒരു സപ്പോർട്ട് ഉണ്ട് ഗ്രീൻ, അവിടേക്ക് വരാനുള്ളൊരു ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഇവിടെ ലോസ് വന്നു കഴിഞ്ഞാൽ മാർട്ടിങ്ങിലൊന്നും എൻട്രി ചെയ്യുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വേറൊരു പെയറിൽ നോക്കത്തേ ഉള്ളൂ. ഇവിടെ സെല്ലടിച്ചു. സെല്ലടിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ റിവേഴ്സ് ചിന്തിച്ചത്, ചിലപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ആക്ച്വലി ഫേക്ക് വന്നിട്ട് മേളിലേക്ക് അടുത്ത ഗ്രീൻ പോകാനുള്ള ചാൻസാണ് നോർമലി അത് ചിന്തിക്കുക. ഞാൻ എൻ്റെ തിരിച്ച് ചിന്തിച്ചു. അതായത് ആക്ച്വലി താഴേക്ക് വരേണ്ടതാണത്. അപ്പോൾ അതിന് താഴേക്ക് കുറച്ച് വന്നു, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫേക്ക് വന്നു, എന്നിട്ട് മേളിലോട്ട് പോയി സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ചിട്ട് അതിന് ശേഷം ഇത് താഴേക്ക് വരാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിലാവാം ഫേക്ക്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ എൻട്രി ചെയ്തത്. നമുക്ക് എന്തായാലും നോക്കാം. ഇതിനു മുമ്പ് ട്രേഡ് എടുത്തിരുന്നില്ല, അത് ലോസ് ആയിരുന്നു. ഇവിടെ പ്രോഫിറ്റായി. ഇത് ഭയങ്കര പക്കാ ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. സംഭവം എന്തായാലും ഏകദേശം കറക്റ്റായിരുന്നു നമ്മളുടെ ഒരു അനാലിസിസ്. ഇതിന് മുന്നത്തെ ട്രേഡ് ഇതിവിടെ അപ് ട്രെൻഡ് ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. ഈ റെസിസ്റ്റൻസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ല് വേണമെങ്കിൽ അടിക്കാം. കുറച്ച് റിസ്കി ആയിരിക്കും, എന്നാലും വേണമെങ്കിൽ അടിക്കാവുന്നതാണ്. ചെറിയ ഇതിൻ്റെ അവസ്ഥ ഞാൻ നോക്കട്ടെ. ഇത് ലോങ് ടൈമിൽ അപ് ട്രെൻഡാണ്, പക്ഷേ കുറച്ച് നേരമായിട്ട് ഇവിടെ ഉണ്ട് താഴേക്കുള്ള ഡൗൺ ട്രെൻഡിലാണ് ഇവിടെ ഇരിക്കുന്നത്.
ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞ് ഈ സെഷൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞു. മുകളിലേക്ക് പോകുന്നില്ലത്, താഴേക്കും വരുന്നില്ല. എന്താ ഉദ്ദേശിക്കണമെന്നോ? എൻ്റർ ചെയ്യുന്നില്ല. ഒരു മിഡിലുള്ള സാധനമല്ലേ. ഇവിടെ എനിക്കാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. മേലോട്ട് പോയി കുറച്ച് സ്റ്റോപ്പ് ശ്രമിച്ചിട്ട് ഇനി താഴേക്ക് വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്തതാണ് സപ്പോർട്ട്. നല്ല എൻട്രി കാണുന്നില്ല. കുറച്ച് താഴേക്കുള്ള പേരൊക്കെ പോയി നോക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ വരക്കാവുന്നേ. വേണ്ട, ഒരു ട്രെൻഡ് ലൈൻ. ആക്ച്വലി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി ആക്ച്വലി ഇത് ഇവിടെ താഴേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. അവിടെ താഴേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പെയർ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരുന്നാലാണ് കറക്റ്റ് നല്ലൊരു എൻട്രി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മൊബൈലിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ല് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സ്റ്റാർ ഇട്ടേക്കുന്നതെല്ലാം ഒന്ന് എന്നതിൽ നോക്കാം. ഇതൊരു ഫീൽഡ്, ഇതൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നത്തിങ് ബ്രോ. ഇത് കുറച്ച് നേരത്തെ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചാൻസ് ഉള്ളത് ഇപ്പോഴത്തെ കറണ്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ബോറടിക്കുന്നുണ്ടോ? ആക്ച്വലി ട്രേഡിംഗ് ഈസ് ബോറിങ്. ലോകത്തുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ട്രേഡിങ്ങിലൂടെ ഫണ്ട് ഉണ്ടാക്കാമെന്ന് പറയും. പക്ഷെ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയും ഈ ട്രേഡിങ് തന്നെയാണ്. അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാം. പക്ഷെ അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഇവിടെ ഒരു സെല്ലടിക്കാം, പക്ഷേ ഞാനെടുത്തു. ആക്ച്വലി റെസിസ്റ്റൻസ് വരെ പോകും, പക്ഷെ ഞാൻ നേരത്തെ എടുത്തു. പേഷ്യൻസ് കുറവാട്ടോ, അതുകൊണ്ടാണ്. വെയിറ്റ് ചെയ്യാമായിരുന്നല്ലേ. ഇത് ഈ ക്യാൻഡിലുണ്ടോ, ഇത് ഇൻവേർട്ടർ ഹാമറാണ്. അതൊരു സെൽ സിഗ്നലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സെല്ല് ചെയ്തത്. പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു സെല്ല് കിട്ടിയാണ്. ഇവിടെയും ഒരു ലോങ് വീക്ക് വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഉണ്ടോ ബയേഴ്സ് ഉണ്ടോ? ചെക്ക രണ്ടെണ്ണം എടുത്തുണ്ടോ.
അപ്പോൾ നമ്മളിവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് 30 സെക്കൻഡ് ഗ്രാഫിലോട്ട് മാറ്റി. നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓ അതുകൊണ്ടൊന്ന് ലോസാക്കി കണ്ടോ, അതുകൊണ്ട് ലാസ്റ്റ് കിട്ടിയാൽ. ഓക്കെ, ഞാൻ പറഞ്ഞൊന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റിവഞ്ച് മൈൻഡ് ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. 2 ട്രേഡ് എടുത്തല്ലോ, ഇത് ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളതാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ലോസ് ആയി കഴിഞ്ഞാൽ മൈൻഡ് റിവഞ്ചിലോട്ട് പോകും. ഒന്ന് ശ്രദ്ധിക്കുക. എത്ര സെക്കൻഡ് നോക്കട്ടെ, 20 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇമോഷനും ഞാനെങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോൾ ലൈവായിട്ട് അറിയാൻ പറ്റും. ഞാനൊരു സ്മാർട്ട് വാച്ച് ഇട്ടിട്ടുണ്ട്, അതിൽ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ എൻ്റർ ചെയ്ത ലോസ് ഒന്നും എൻ്റർ ചെയ്യണ്ടല്ലോ, അത് കുറച്ചും കൂടി കറക്റ്റായിട്ട് ഈ ടോപ്പിൽ കൊണ്ട് എൻ്റർ ചെയ്ത് വെച്ചെങ്കിൽ അതും പ്രോഫിറ്റ് ആവേണ്ടിയിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് 2 പ്രോഫിറ്റ് കിട്ടിയില്ലേ, അതന്നെ വലിയ കാര്യം. നമ്മൾ ലാസ്റ്റ് 5 മിനിറ്റിലോട്ട് കിടന്നായിരുന്നേ. ഇനിയൊരു 4 മിനിറ്റും കൂടി ഉള്ളൂ ഈ സെഷനിൽ. അതോടെ ഉച്ചക്കത്തെ സെഷൻസ് തീർന്നു. ഇനി ഇതിന് ശേഷം ഈവനിങ്ങിൽ ഒരു 2 സെഷനും കൂടി ഉണ്ട്. ഗ്രീൻ ക്യാൻഡിൽ അതിലോട്ട് അടുത്തത് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലോട്ട് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞേക്കാം, നമ്മൾ ഈ മിഡിൽ പോർഷനിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്യുന്ന കുറവാണ്. ഞാൻ ഒന്നുമില്ലെങ്കിൽ കറക്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ഗ്രീൻ ലൈൻസ് ഇട്ടാനുണ്ട്, ആ കറക്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് അവിടെ എൻട്രി ചെയ്യുള്ളൂ. ഈ ഭാഗങ്ങളിൽ ഞാൻ അങ്ങനെ എൻട്രി ചെയ്യാറില്ല. ഏറ്റവും താഴെ ഒരു സപ്പോർട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ബൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യും. സ്റ്റാർഡാത്ത പേഴ്സ് നോക്കാം. ഇവിടെ റെസിസ്റ്റൻസ്, വേറെ റെസിസ്റ്റൻസ് ഉണ്ട് ആക്ച്വലി, കണ്ടതേ ഈ ഭാഗത്തൊക്കെ റെസിസ്റ്റൻസിന്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാൻ ചാൻസ്. ഇവിടെ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഒരു ക്യാൻഡിൽ അവിടെ നെഗറ്റീവ് അടിച്ച് വന്നായിരുന്നല്ലോ, റെഡ് വന്നായിരുന്നല്ലേ. ഈ സാധനം ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ താഴേക്ക് വരും കേട്ടോ. പക്ഷെ അത് റിസ്ക്കിയാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനിയൊരു 2 മിനിറ്റും കൂടി റൂട്ട് ചെയ്തില്ല. താഴേക്ക് വന്ന മോനെ ഈ ലൈൻ ഉണ്ട്, ഇവിടം വരെ വരും. ഇന്ന് ഓപ്പർച്യൂണിറ്റി എനിക്ക് കുറവായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എൻട്രി ചെയ്യാതിരുന്നത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്, പക്ഷേ സെഷൻ തീരാറായല്ലോ, അപ്പോൾ ലാസ്റ്റ് നിമിഷം കൊണ്ട് വെറുതെ എൻട്രി ചെയ്ത് നശിപ്പിക്കണ്ട. ഓക്കെ, 2 റെഡ് ക്യാൻഡിൽ ബിയർ ക്യാൻഡിൽ വന്നു, എന്നിട്ടാണ് ഇത് മേലോട്ട് പോകുന്നത്. ഒരു സപ്പോർട്ടാണ് കേട്ടോ, ഇവിടെ നിന്ന് മേലോട്ട് പോകും. അടുത്ത ക്യാൻഡിൽ മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും നമുക്ക് 100% ഷുവർ പറയാൻ പറ്റില്ല, 50-50 ആണ് എപ്പോഴും അറിയാലോ. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലിന് ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സെഷൻ കഴിഞ്ഞു. ഇന്ന്
ഈവനിങ്ങിൽ ഒരു 2 സെഷൻ കൂടിയുണ്ട്. വൈകുന്നേരം ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും കാണാം. ഓക്കെ, സോ ഫാർ ടുഡേ ഈസ് ഗുഡ്. ഭയങ്കര പാനിക് എൻട്രീസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ പ്രോഫിറ്റും ലോസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മളുടെ മൈൻഡ് ഔട്ടായിട്ടുള്ള ട്രേഡൊന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ലെന്നല്ല, ഒട്ടും തന്നെ എടുത്തിട്ടില്ല. മാക്സിമം എൻട്രീസ് 5 എണ്ണമൊക്കെ വന്നേക്കുന്നത്. 5 ഒരു പെയറിൽ മൾട്ടിപ്പിൾ എൻട്രീസ് നടത്തിയപ്പോൾ 10 വന്നു. സെക്കൻഡ് എൻട്രി നടത്തിയപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈവനിങ് കാണാം.